Good morning, teacher. Good morning, ma'am. ഹലോ ഗുഡ് മോർണിംഗ് മാം. കേൾക്കാവോ? മാം പറയണ കേൾക്കണില്ലല്ലോ. കേൾക്കുന്നില്ല മാം. ഇല്ല. Good morning. കേൾക്കാം. Good morning, all. Good morning, miss. Good morning, teacher. Okay. Prayer പറഞ്ഞോട്ടാ. ചെല്ലട്ടെ മാം. പറഞ്ഞോ. O God, who is truth and the origin of all knowledge, bless our studies, which we consecrate to you, enlighten our minds, strengthen our memories, and direct our wills towards what is right. Grant us to seek truth always, and make us truly wise. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. Sign and thought of the day. Good morning, teacher. Thought of day. വിജയിക്കാൻ ഞാൻ എടുത്തിട്ടുള്ള തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും പിന്നെ പിന്തള്ളുകയില്ല. ഡോക്ടർ APJ അബ്ദുൽ കലാം. താങ്ക് യു. Sign in. മാം സൈൻ ഇൻ ആരും പറഞ്ഞില്ലെന്ന് തോന്നുന്നു. സ്റ്റോറി എന്തെങ്കിലും പറഞ്ഞാൽ മതിയോ? മതി. Once upon a time, there was a rabbit. He always tried to copy other animals. One day, he saw a crow. The crow was sitting on a tree and doing nothing. Rabbit thought to do the same. He sat on the ground and doing nothing. When a fox saw him, fox came near and ate him. Moral of the story: to sit and do nothing, you need to be on top. Okay. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ടീച്ചർ യൂണിറ്റ് 8 ചൈൽഡ് വെൽഫെയറിലെ ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിരുന്നു. ഓക്കെ. ഷെയർ ചെയ്യാം. 1 മിനിറ്റ്. പേജ് നമ്പർ പേജ് നമ്പർ 32 ട്ടോ. ഹിയറിംഗ് ഇമ്പയർമെന്റ് നമ്മൾ പറഞ്ഞോ സ്റ്റാർട്ട് ചെയ്തോളൂ. പറഞ്ഞു ടീച്ചർ. പറഞ്ഞു അല്ലേ? കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ വരെ പറഞ്ഞിട്ടുണ്ടോ മാം? വിഷ്വൽ ഇമ്പയർമെന്റ് പറഞ്ഞില്ലേ? ഹിയറിംഗ് ഇമ്പയർമെന്റ് വരെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എന്തെങ്കിലും സെമിനാർ വല്ലതും തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലേ?
കെയറിംഗ് പാരന്റ് നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പോ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷന്റെ മെയിൻ ആയിട്ട് അതിന്റെ ഹെഡാണ് നമ്മൾ നോക്കിയത്. രണ്ട് മാം ഗുഡ് മോർണിംഗ് മാം. സെമിനാർ പറഞ്ഞില്ലായിരുന്നോ? സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാനേ കടയിൽ ഇച്ചിരി തിരക്കായതുകൊണ്ട് ഞാൻ വരുന്നത്. ചെയ്യട്ടെ? ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലർ. ഓക്കെ, അപ്പൊ ഹെലൻ കെല്ലർ ചെയ്യാട്ടോ വന്നിട്ട്. Okay, Helen Keller. Helen Keller was an American author, social activist, and lecturer. She was born in Alabama, United States, 27th June 1880. At the age of 19 months, due to an illness, she became deaf and blind. With the help of her teacher, she learned to talk and read. She went to Radcliffe College and graduated. She wrote books and gave speeches to help others. She was very brave and strong. Helen wanted to help other people who could not see or hear. She is an inspiration to all of us. She passed away in 1968 at the age of 88. തന്റെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കുവാൻ കണ്ണോ കയ്യോ വേണ്ട, ഹൃദയം മതി. ഹെലൻ കെല്ലർ. ശബ്ദവും വെളിച്ചവും നഷ്ടപ്പെട്ട തന്റെ ലോകത്ത് എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന ആയിരങ്ങൾക്ക് പ്രചോദകമായി മാറി ഹെലൻ കെല്ലർ. അമേരിക്കയിലെ വടക്കൻ അലബാമയിലെ കൊച്ചു പട്ടണമായ ടംസ്കബയിൽ 1880 ജൂൺ 27 ഹെലൻ കെല്ലറുടെ ജനനം. സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ആർതർ എച്ച് കെല്ലറുടെയും വീട്ടമ്മയായ കേറ്റ് ആഡംസിന്റെയും മകളായ ഹെലൻ ജനിച്ച് 19 മാസം വരെ നല്ല ആരോഗ്യമുള്ള കുട്ടിയായിരുന്നു. 1882 അന്ധതയ്ക്കും ബധിരതയ്ക്കും കാരണമായ മസ്തിഷ്ക ജ്വരം ബാധിച്ചത്. കുഞ്ഞു മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയെങ്കിലും മരണത്തെ അതിജീവിച്ചു കുഞ്ഞു വളർന്നു. സ്വതവേ വികൃതിയായിരുന്ന ഹെലൻ ഈ രോഗത്തെ തുടർന്ന് കൂടുതൽ വാശിക്കാരിയും ദേഷ്യക്കാരിയുമായി തീർന്നു. പ്രശസ്ത സാഹിത്യകാരൻ ചാൾസ് ഡിക്കൻസ് എഴുതിയ അമേരിക്കൻ നോട്ട്സ് എന്ന പുസ്തകത്തിലെ ബധിരയായ പെൺകുട്ടിയുടെ പോരാട്ടങ്ങളുടെ കഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഹെലന്റെ അമ്മ മകൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന് ഉറപ്പിച്ചു. ബധിരയായ കുട്ടികൾക്കുള്ള പരിശീലനത്തിന് പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്ന സ്കോട്ടിഷ് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിനെ കാണുകയും ഇവരുടെ നിർദ്ദേശപ്രകാരം പാർക്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അനാഗ്നോസ് ഹെലന് വേണ്ടി ഒരു ടീച്ചറെ കണ്ടെത്തുകയും ചെയ്തു. തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായി ഹെലൻ കാണുന്നത് തന്റെ പ്രിയപ്പെട്ട അധ്യാപികയായ ആനി സള്ളീവൻ തന്റെ വീട്ടിലെത്തിയ ദിനമാണ്. 1887 മാർച്ച് 3 അന്ധരായ ആളുകളെ വായിക്കാനും എഴുതാനും പ്രാപ്തരാക്കാൻ ലൂയി ബ്രെയിലി രൂപകൽപ്പന ചെയ്ത് ബ്രെയിലി ലിപിയിൽ ഹെലൻ പരിശീലനം നേടുകയും ഗണിതവും ഇംഗ്ലീഷും ഫ്രഞ്ചും സസ്യശാസ്ത്രവും ജന്തുശാസ്ത്രവും എല്ലാം പഠിച്ചെടുക്കുകയും ചെയ്തു. ബിരുദം നേടുന്ന അന്ധയും ബധിരയുമായ ആദ്യ വ്യക്തിയായിരുന്നു ഹെലൻ. 1968 ജൂൺ 1 88 വയസ്സിൽ അന്തരിച്ച മഹാപ്രതിഭ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ ആനന്ദം മാത്രം ആയിരുന്നെങ്കിൽ ധൈര്യവും ക്ഷമയും നമ്മൾ പഠിക്കുമായിരുന്നില്ല. അതുപോലെ സന്തോഷത്തിന്റെ ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. അടഞ്ഞ വാതിലിനെ തന്നെ നോക്കി നിൽക്കുന്നതുകൊണ്ടാണ് തുറന്ന വാതിൽ നാം കാണാതെ പോകുന്നത്. നമ്മുടെ മുമ്പിലെ പ്രശ്നങ്ങളെ തീർക്കുന്ന ഇരുട്ടിൽ നിന്നും പ്രത്യാശയുടെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കാൻ ഹെലൻ കെല്ലറുടെ ജീവിതം നമുക്ക് പ്രചോദനമാവട്ടെ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. എനിക്ക് സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഈ വൈകിയൊക്കെ കയറി വരുന്നേ. ഓക്കെ. എന്തോ മാക്സിമം കറക്റ്റ് ടൈമിൽ കയറാൻ നോക്കാട്ടോ. അതെ, നമ്മൾ കടയിൽ ഇരുന്ന് കഴിയുമ്പോ കസ്റ്റമേഴ്സ് ആരെങ്കിലും വന്നു കഴിയുമ്പോഴേ ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോകും, അതുകൊണ്ടാ. ഓക്കെ ഓക്കെ. നമ്മള് വിഷ്വൽ എംപവർമെന്റും ഹിയറിംഗ് എംപവർമെന്റും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. നമുക്കറിയാം ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ് എന്ന് വേണ്ട, സ്പെഷ്യലി ഏബിൾഡ്, ഫിസിക്കലി ഏബിൾഡ് ചിൽഡ്രൻസ് എന്ന് വെച്ചാൽ അവർക്ക് കുറച്ചും കൂടി എക്സ്ട്രാ കെയറും കാര്യങ്ങളൊക്കെ വേണ്ടി വരും അല്ലെ.
മേ ബി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസ് കാരണോ, ആക്സിഡൻസ് മുഖേനയോ, അല്ലെങ്കിൽ ഇഞ്ചുറീസോ, അല്ലെങ്കിൽ എന്താ പറയാ ഇൻഎബിലിറ്റി ടു മൂവ് ദ ബോഡി പാർട്സ്, അല്ലെങ്കിൽ ലോക്കോമോട്ടോ ഡിസബിലിറ്റീസ് കാരണം നമുക്ക് കുട്ടികൾക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി ഫുൾ ബോഡി പാരലൈസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവും. ചിലപ്പോ പാരലൈസ് നമ്മുടെ ബോഡി പാർട്ട് ചില ഭാഗികമായിട്ടായിരിക്കും പാരലൈസ് ആവുന്നത്. ഡിഫറെന്റ് റീസൺസ് കാരണം കുട്ടികൾ എന്താവാനുള്ള ചാൻസ് ഉണ്ട്? ഫിസിക്കലി ഡിസേബിൾഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാനൊരു എക്സ്പീരിയൻസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലാലോ? ഓക്കെ. ഞാൻ ഒരു 8th പഠിക്കുന്ന സമയത്ത് 8th ആവുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ സ്കൂളിലേക്ക് ഞങ്ങളുടെ ഏരിയയിലെ ഹൈസ്കൂള് ആകെ ഉണ്ടായിരുന്നത്, ഞാൻ പഠിച്ച സ്കൂൾ മാത്രമാണ് ഹൈസ്കൂൾ. അപ്പൊ ഡിഫറെന്റ് സ്കൂളിൽ നിന്ന് കുട്ടികള് ഞാൻ ഹൈസ്കൂളിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ക്ലാസ് ടീച്ചർ വന്ന് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നീട് മിസ് വന്നപ്പോ പറഞ്ഞു നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരു കുട്ടി വരുന്നുണ്ട്. ഞങ്ങള് അത്ര സ്പെഷ്യലായിട്ട് വിചാരിച്ചില്ല, കാരണം എന്താണ്, നോർമലി കുറെ കുട്ടികൾ വരുന്നുണ്ട്, അപ്പൊ അതിലൊരു കുട്ടി ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോ അത് കഴിഞ്ഞ് മിസ് വന്നിട്ട് പറഞ്ഞു ആ കുട്ടി ഇതേപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് കുറച്ച് ദൂരമുള്ള സ്കൂളാണ്, ഹൈസ്കൂളാണ്. അവിടെ കഴിഞ്ഞ വർഷം 8th ജോയിൻ ചെയ്തതാണ്. അവിടുത്തെ കുട്ടികള് കാരണം, അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികള് ആ കുട്ടീനെ ഭയങ്കരമായിട്ട് കളിയാക്കിയത് കൊണ്ട് ആ കുട്ടിക്ക് പിന്നെ അവിടെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഒരു വർഷത്തോളം പഠനം വേണ്ടാന്ന് വെച്ച് പഠിക്കാൻ പോകില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്ത് വാശി പിടിച്ച് ഇരിക്കുകയായിരുന്നു. അമ്മയുടെ നിർബന്ധപ്രകാരവും നമ്മൾ ടീച്ചേഴ്സ് പോയി റിക്വസ്റ്റ് ചെയ്തതിന്റെ പ്രകാരമാണ് കുട്ടി വീണ്ടും പഠിക്കാനായിട്ട് ഇഷ്ടം കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ആ കുട്ടി വരുമ്പോൾ നമ്മൾ കുട്ടീനോട് ബാഡ് ആയിട്ടുള്ള രീതിയിലൊന്നും പെരുമാറരുത്, നല്ല സഹകരണത്തോട് കൂടി പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, കാരണം ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ടീച്ചർ വന്ന് ഇങ്ങനെ പറയുമ്പോൾ എന്താണ്, നോർമൽ അല്ലേ എല്ലാ കുട്ടികളും സാധാരണ പോലെയല്ലേ, അപ്പൊ എന്ത് പറ്റിയതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു. പിന്നെ ഞങ്ങളുടെ എന്താ പറയാ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ 5 സ്റ്റെപ്പ് കയറിയിട്ട് വേണം ക്ലാസ് റൂം. അത്യാവശ്യം ഹൈറ്റിലാണ് ക്ലാസ് ഒക്കെ പണിതിരിക്കുന്നത്. അപ്പൊ 5 സ്റ്റെപ്പ് കയറിയിട്ട് വേണം അവിടേക്ക് എന്ത് ചെയ്യാനായിട്ട്, എൻ്റർ ആകാനായിട്ട്. അപ്പൊ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ ഒരു സ്റ്റെയർ എന്ന് വെച്ചാല് സ്ലോപ്പ് ഉള്ള ടൈപ്പ് സ്റ്റെയർ ഉണ്ടല്ലോ, നമുക്കിങ്ങനെ ഉന്തി കയറ്റാൻ പറ്റുന്ന ടൈപ്പ് സ്ലോപ്പ് ഉള്ള, ഹോസ്പിറ്റലൊക്കെ കാണാറില്ലേ, സ്ലോപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ, അത് പണിതു. പെട്ടെന്നായിരുന്നു അത് പണിതത്. അത് കഴിഞ്ഞ് വീണ്ടും 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി ക്ലാസ്സിൽ വരുന്നത്. വരുമ്പോ ആദ്യം ആ കുട്ടി ഞങ്ങൾക്ക് ക്ലാസ്സിൽ ഇരുന്ന് കാണാൻ പറ്റും. നമ്മള് ക്ലാസ്സിൽ പഠിക്കാനിരിക്കുമ്പോ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണും അല്ലെ, അതേപോലെ തന്നെയായിരുന്നു. അപ്പൊ കുട്ടി ക്ലാസ്സിലേക്ക് ഓട്ടോ വന്ന് സ്കൂളിന്റെ ഫ്രണ്ടിൽ ഓട്ടോ വന്ന് നിൽക്കുന്നു. ഈ സ്റ്റെയറിന്റെ അടുത്തായിട്ട് ഓട്ടോ വന്ന് നിൽക്കുകയാണ്. ആദ്യം അമ്മയാണ് ഇറങ്ങുന്നത്. അമ്മ ഇറങ്ങി വീൽ ചെയർ പുറത്തെടുത്ത് വെച്ചിട്ട് അവളെടുത്ത് അതിലേക്ക് ഇരുത്താണ് ചെയ്തത്. എന്റെ അമ്മയാണ് ക്ലാസ്സിൽ കൊണ്ടുവന്ന് ഇരുത്തിയത്. ഫസ്റ്റ് ബെഞ്ചിൽ ഫസ്റ്റ് ആയിട്ടാണ് ഇരുന്നത്. കാരണം അവൾക്ക് മൂവ് ആവാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം അരക്ക് കീപ്പോട്ട് തളർന്നിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്നതുകൊണ്ടാണ് ടീച്ചർ വന്ന് നേരത്തെ പറഞ്ഞത് ഇങ്ങനെ അവരെ കൂട്ടി വരുന്നുണ്ട് എന്നുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ആള് എന്താ പറയാ, ആദ്യം ഇതിനൊക്കെ പോയി സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, കാരണം ടീച്ചർമാര് വഴക്ക് പറയുമെന്നുള്ള പേടി. പിന്നെ ഞങ്ങൾ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായി. ആള് ഇപ്പോ ക്ലാസ് ഉള്ള സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വരും, അല്ലാത്ത സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ഒരു റൂം ഉണ്ടായിരുന്നു. അവിടെയാണ് ഇപ്പോഴും അവളുടെ കൂടെ അമ്മയുണ്ട്. എല്ലാ സമയത്തും അമ്മ കൊണ്ടുവന്നാക്കിയിട്ട് അവിടെ തന്നെ നിൽക്കും, ക്ലാസ്സിൽ തന്നെ നിൽക്കും. അതേപോലെ തന്നെ ക്ലാസ്സിന്റെ സമയത്ത് ക്ലാസ് റൂമിന്റെ പുറത്തായിട്ട് നിൽക്കും. എന്നിട്ട് ടീച്ചർ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റൂള് കൊണ്ടുവന്നിട്ടുള്ളത്, കാരണം ഫുൾ ടൈം ആള് നിൽക്കാണ്. അപ്പോ മോളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് എടുക്കുന്ന ഒരാളായിരുന്നു അവളുടെ അമ്മ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു അമ്മയാണ്. കാരണം ഇവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത് ഇവളെയും അമ്മനെയും ഉപേക്ഷിച്ച്, ഇവളുടെ അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണ്. എന്നിട്ടും ഒരു പൊടിക്ക് പോലും വിട്ടുകൊടുക്കാതെ മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അത്രയും സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തൊരു അമ്മയായിരുന്നു അത്. അത് കഴിഞ്ഞ് ഞങ്ങള് 8th ഒരുമിച്ച്, 9th 8th ഒരുമിച്ചായിരുന്നു. 10th ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ക്ലാസ് മാറ്റി. 10th അവള് വേറെ ഡിവിഷനിലേക്കാണ് പോയത്. അവിടേക്ക് ഒരു ക്ലാസ് എപ്പോഴും മാറ്റും. അപ്പൊ ആ ഒരു ഡിവിഷനിലേക്ക് അവള് ആഡ് ആയി. 10th നല്ല മാർക്കോടെ പാസ്സായി. ഒരു 7A+ ആൾക്ക് ഉണ്ടായിരുന്നു. മലയാളം മീഡിയം ആയിരുന്നു. 7A+ ഉണ്ടായിരുന്നു. ആദ്യം ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു, പിന്നീട് അവള് മലയാളം മീഡിയത്തിലേക്ക് കൺവേർട്ട് ആയി. കാരണം
കുറച്ച് ലാംഗ്വേജിന്റെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് അവൾ മാറിയതാണ്. എന്നിട്ട് 10th കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഒന്നുമില്ല. +1 +2 വേറെ സ്കൂളിലാണ് പഠിച്ചതെന്ന് തോന്നുന്നു. പിന്നെ കോണ്ടാക്ട് ഒന്നുമില്ല. അന്വേഷിക്കുമ്പോൾ അത്യാവശ്യം ദൂരത്തു നിന്നാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഇടയ്ക്ക് ഒരു റിയൂണിയൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. റിയൂണിയൻ കണ്ടക്ട് ചെയ്തപ്പോൾ ഞങ്ങൾ പിന്നെ കണ്ടത് അപ്പോഴാണ്. ആള് സംസാരിച്ചപ്പോ മനസ്സിലായത് ആളിപ്പോ ജോലിക്ക് കയറി. ഗവൺമെന്റ് ജോബാണ്. PWDയില് ക്ലർക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അന്ന് അവള് സംസാരിച്ചപ്പോ പറഞ്ഞതാ, അന്ന് ഞാൻ ആ കുട്ടികളെ പേടിച്ച് പഠനം വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ നിലയിൽ എത്താനായിട്ട് പറ്റില്ലായിരുന്നു. ആള് നന്നായിട്ട് സംസാരിക്കും കേട്ടോ. എന്നുവെച്ചാല് നമ്മള് വയ്യാലോന്നൊക്കെ വിചാരിക്കും, പക്ഷെ നല്ല എന്താ പറയാ ഇൻസ്പയർ ആവുന്ന രീതിയിൽ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു റെസ്പെക്ട് തോന്നി അവളോടും. അതേപോലെ തന്നെ അവളുടെ അമ്മനോടും ഭയങ്കര റെസ്പെക്ട് തോന്നി. കാരണം ആ അമ്മ അവർക്ക് വേണ്ടിയിട്ട് ആ അമ്മയുടെ ജീവിതം ഫുൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സംസാരിച്ചു വന്നപ്പോ അവര് സ്വന്തമായിട്ട് വീട് വെച്ചു, പാർപ്പൊക്കെ കഴിഞ്ഞു. അവർ രണ്ടുപേരും തന്നെയാണ് അത്യാവശ്യം നല്ല സെറ്റിൽഡ് ആണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ രണ്ടുപേരും ജീവിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് വേണ്ടത് ഡിസബിലിറ്റി ആണ് എന്ന് പറഞ്ഞ സമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തല്ല വേണ്ടത്. അവർക്ക് നമ്മളൊരു എമ്പത്തറ്റിക് അല്ലെങ്കിൽ ഒരു സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. പക്ഷെ അവർ നമ്മളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുക അല്ല വേണ്ടത്, അവരെ മുന്നോട്ട് കൊണ്ടുവരാണ് വേണ്ടത്. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ ഒരു എക്സാമ്പിള് അത് നിങ്ങൾ മൈൻഡിൽ എടുത്താൽ മതി. അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു കുട്ടീനെ കാണുകയാണെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഹെലൻ കെല്ലറിന്റെ ജീവിതത്തിൽ ആ വഴിത്തിരിവായ ഒരു ടീച്ചർ ഉണ്ടല്ലോ, അതേപോലെ ഓരോ ടീച്ചർ ആവാനായിട്ട് എന്താ പറയാ നിങ്ങൾ ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കാം. അങ്ങനെ നമ്മുടെ കുട്ടികളിൽ ഏത് ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇന്നതായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ആ കുട്ടിക്ക് എന്താണ് പ്രശ്നം, ഇപ്പൊ പഠിക്കുന്നില്ല, അവരൊന്നും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തല്ല വേണ്ടത്. അന്ന് എന്താണ് ആ പ്രശ്നം? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു കുട്ടി കണ്ണ് കാണാൻ അവന് കാഴ്ച പരിമിതി ഉണ്ടായിരുന്നു. എല്ലാവരും വിചാരിച്ചു ആ പഠിക്കില്ല, പഠന വൈകല്യമാണ് എന്ന് വിചാരിച്ചു മാറ്റി നിർത്തിയപ്പോ ശരിക്കും അവന്റെ പ്രശ്നം എന്തായിരുന്നു? ആ എന്താണ് പറയുന്നത്, വിഷന്റെ പ്രശ്നമായിരുന്നു. അത് മാറിക്കഴിഞ്ഞപ്പോ അവൻ നന്നായിട്ട് പഠിക്കുന്നത് നല്ലൊരു കുട്ടിയെ, നല്ല മിടുക്കും കുട്ടിയാണ്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ കണ്ടെത്തി അതിനനുസരിച്ച് എന്ത് ചെയ്യാം, അവർക്ക് വേണ്ട സപ്പോർട്ട്. അത് ഓരോ ടൈപ്പ് ഓഫ് സപ്പോർട്ട് ആയിരിക്കും. നമുക്ക് ഫിസിക്കൽ ഡിസബിലിറ്റിക്ക് വരുന്ന സപ്പോർട്ടും കാര്യങ്ങളും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് വേണ്ട എയ്ഡുകള്, വീൽ ചെയർ, വോക്കർ, അതേപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടത്. ഇനി ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാനുള്ള കാരണങ്ങൾ നമ്മൾ പഠിച്ചു. പോളിയോ, മെനിഞ്ചൈറ്റിസ് കാരണം ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരില്ലേ? പോളിയോ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയാ പെർമനന്റ് ആയിട്ടുള്ള ഡിഫക്റ്റ് ആണ്. മേ ബി ഫുൾ ബോഡി പാരലൈസ് ആവും, അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ട്. പിന്നെ എയ്ഡ്സ്, സെറിബ്രൽ അത് വെച്ചാൽ ബ്രെയിനിൽ വരുന്ന എന്തെങ്കിലും പ്രോബ്ലംസ്, അതും ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ മെനിഞ്ചൈറ്റിസ് അതും വരാനുള്ള ചാൻസ് ഉണ്ട്, ഫിസിക്കൽ ഡിസബിലിറ്റി ആയിട്ട് മാറും. സ്പൈനൽ കോഡ് ഇഞ്ചുറി, എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കുമ്പോൾ ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരും. അതേപോലെ തന്നെ ആക്സിഡൻസ്, ഇതെല്ലാം കാരണം എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളത് നേരത്തെ കണ്ടെത്താൻ ശ്രമിക്കുക. കുട്ടികൾ നടന്നു തുടങ്ങുന്ന സമയം മുതൽ നമുക്കറിയാലോ, 1.5 വയസ്സിലുള്ള ഒരു കുട്ടി നടക്കണമെന്നുണ്ട് ഇല്ലേ? 1.5 വയസ്സിനുള്ളിൽ തന്നെ കുട്ടികൾ നടന്നു തുടങ്ങണം. അപ്പൊ നമ്മൾ ആ കുട്ടി ആ 1.5 വയസ്സായിട്ട് നടക്കുന്നില്ല, 1.5 വയസ്സ് വരെ നോക്കാട്ടാ. 1 വയസ്സാകുമ്പോൾ തന്നെ 8 വയസ്സ് നടക്കണമെന്നൊന്നുമില്ല. പണ്ട് പഴമക്കാര് പറഞ്ഞിരുന്നതാണ്, 1.5 വയസ്സായിട്ട് കുട്ടി നടന്നു തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് നമ്മൾ ഡോക്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇന്നതാണ് പ്രശ്നം. ഡോക്ടർ ചോദിക്കാറുണ്ട്, 1.5 വയസ്സ് 1 വയസ്സൊക്കെ ഉള്ളപ്പോ നമ്മള് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ കുട്ടി നടന്നു തുടങ്ങിയോ, സംസാരിച്ചു തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? അത് അവരുടെ ഡെവലപ്മെന്റ് ആ ഒരു ഏജിലും ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതാണ്. നമുക്ക് ഇനി അടുത്ത് വരുന്ന പാർട്ട് 2 ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് എടുക്കാനുള്ളത്. നമുക്ക് ആ ചാപ്റ്റേഴ്സ് ഡിലേ ചെയ്യാം. There are children with the various types of physical handicaps. Different types of physical handicaps വരാറുണ്ട്. Some of the physical abnormalities are cognitive or the result of fetal disease. എന്ന് വെച്ചാല് ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് തന്നെ വന്ന ഡിസീസ് കാരണോ അതിന്റെ റിസൾട്ട് ആക്സിഡൻസ് നമ്മൾ പറയില്ലേ,
പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മമാർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ അത് കുട്ടീനെ അഫക്ട് ചെയ്യുമെന്ന് പറയും. അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്റെ അനിയത്തി പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അമ്മ ഒരു പ്രാവശ്യം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് വെച്ചാല് ഒരു 9 മാസത്തോട് അടുക്കുന്ന സമയത്ത് അമ്മ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. വീണെന്ന് വെച്ചാൽ വയറ് ചെന്ന് ഇടിച്ചാണ് വീണത്. ആ സമയത്ത് എനിക്ക് കുറച്ചു നേരം പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ അത് കുഴപ്പമില്ല, പെയിൻ മാറിക്കഴിഞ്ഞപ്പോ അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ പോയില്ല. അന്ന് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ എപ്പോഴും സ്കാൻ ഒന്നും ചെയ്ത് നോക്കൂല. പെട്ടെന്ന് സ്കാൻ, നമുക്കിപ്പോ 3 സ്കാനൊക്കെ ഇല്ലേ, അന്ന് ആകെ ഒരു സ്കാൻ എങ്ങാണ്ടുള്ളൂ തോന്നുന്നുണ്ട് അന്നത്തെ കാലത്ത്. ഒരുപാട് വർഷം മുമ്പാണ്, ഒരു 20-25 വർഷം മുമ്പത്തെ കാര്യം ഞാൻ പറയണം. അപ്പൊ ഒരു സ്കാനിങ് ഉള്ളൂ. അപ്പൊ എന്താ പ്രശ്നം എന്ന് അറിയില്ലായിരുന്നു. ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് അവളുടെ കാലിന് ചെറിയൊരു വളവുണ്ടായിരുന്നു. ചെറിയൊരു വളവ്. അപ്പോഴാണ് ഡോക്ടർ ചോദിച്ചത് ആക്സിഡന്റ്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആക്സിഡന്റ് വല്ലതും സംഭവിച്ചെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു ഇങ്ങനെ ഞാനൊന്ന് വീണിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ പെയിൻ മാറി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചത് നോർമൽ ജസ്റ്റ് മാറിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞില്ല വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അത് അവളുടെ കാലിന് ചെറിയൊരു വളവ് സംഭവിച്ചു. അപ്പോ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ മാറും എന്ന് പറഞ്ഞു. അന്ന് ഫിസിയോതെറാപ്പി അല്ലായിരുന്നു, അമ്മയുടെ അച്ഛൻ വൈദ്യനായിരുന്നു. അച്ഛൻ എന്ത് ചെയ്യുന്ന വെച്ചാല് എല്ലാ ദിവസവും കുഴമ്പ്, രാവിലെ തന്നെ കുഴമ്പിട്ടിട്ട് കാലിങ്ങനെ ഉഴിച്ചില് പോലെ ഉഴിഞ്ഞ് അത് നേരെ നമുക്കിപ്പോ കണ്ടു കഴിഞ്ഞാല് 2 കാലും കണ്ടു കഴിഞ്ഞാൽ എന്താ ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാവില്ല. അതിങ്ങനെ വളഞ്ഞെന്ന് വെച്ചാല് എല്ലാവരും പാദം ഇങ്ങനെ ഇരിക്കുക, അവളുടെ പാദം മാത്രം ഇങ്ങനെ ഇരിക്കായിരുന്നു. അതിങ്ങനെ ഒഴിഞ്ഞ് നേരെ ആക്കിയിട്ട് ഇപ്പൊ ആൾക്ക് 2 കാല് കണ്ടാലും ഡിഫറൻസ് ഒന്നും തോന്നില്ല. നമുക്ക് ആ ഒരു ഡിസബിലിറ്റി ഉണ്ടെന്ന് കണ്ടാലേ മനസ്സിലാവില്ല. നമുക്ക് അത്രയും ഫുള്ളായിട്ടത് മാറി. പിന്നെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാല് അവർക്ക് ഒരു കാലിന് ചെറിയ വലിപ്പം കൂടുതലും ഒരു കാലിന് വലിപ്പം കുറവാണ്. ആ വയ്യാത്ത കാലിന് വലിപ്പം കുറവാണ്. അത് ജസ്റ്റ് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പോലും തോന്നാത്ത രീതിയിൽ ആ ഒരു ഇത് മാറി. അപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്സിഡൻസ് കാരണം നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? കുട്ടികൾക്ക് വൈകല്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. ദീസ് can also occur due to nutrition deficiency or accidents. പിന്നെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാരണം ആക്സിഡൻസ് കാരണം സംഭവിക്കാം. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണം ഒരുപാട് കുട്ടികള് ശിശുമരണങ്ങൾ സംഭവിച്ചു നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. അട്ടപ്പാടിയില് അതേപോലെ തന്നെ ചില ഏരിയാസില് എന്താ പറയാ ശിശുമരണ നിരക്ക് കൂടുതലാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അത് ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയുടെ പോരായ്മ കാരണമാണ്. പക്ഷെ ഇന്ന് നമ്മൾ അത് കേൾക്കുന്നില്ല അല്ലെ. ഇന്ന് പക്ഷെ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഒരു അമ്മ പ്രഗ്നന്റ് ആവുമ്പോൾ തന്നെ അമ്മയ്ക്ക് വേണ്ട വാക്സിൻസും കാര്യങ്ങളും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ പോഷകാഹാരങ്ങൾ ഓരോ ഏരിയ അനുസരിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോഷകാഹാരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അംഗനവാടി മുഖേന എന്താ പറയാ പോഷകാഹാരങ്ങളൊക്കെ ആയിട്ട് എന്താ പറയാ ചെറുപയറ്, ശർക്കര, ഗോതമ്പ് ഒക്കെ കൊടുക്കുന്നില്ലേ? ഇപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. This type of disability affect different parts of body. ഇങ്ങനെ വരുന്ന ആക്സിഡന്റ് മുഖേനയൊക്കെ വരുന്ന ഡിസബിലിറ്റീസ് നമ്മുടെ ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിനെ അത് അഫക്ട് ചെയ്യും. സോ ദേ അഫക്ട് ദ നോർമൽ ലൈഫ് ഓഫ് അൻ ഇൻഡിവിജ്വൽ. ഇത് എന്തിന് കാരണമാകുന്നു? ഒരു വ്യക്തിയുടെ നോർമൽ ലൈഫിനെ അഫക്ട് ചെയ്യും. നമ്മള് ശരിക്കും പറഞ്ഞാല് നമ്മളെല്ലാവരും ഭാഗ്യം ചെയ്തവരാ. കാരണം എന്താണ്, നമുക്ക് ഈ ഡിസബിലിറ്റീസ് ഒന്നും ഇല്ലാതെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് വേറൊരു കുറവുകളോ ഒന്നും ഇല്ലാണ്ടാണ് നമ്മുടെ ഭൂമിയിലേക്ക് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അപ്പൊ നമ്മൾ പരാതി പറയില്ല എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന്. അത് നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ട് നമ്മളത് പറയരുത്. നമ്മളെക്കാളും ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ നോക്കിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. What they accept from the society is sympathetic and helpful and supportive response. ശരിക്കും പറഞ്ഞ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള വ്യക്തികളെ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് സിമ്പത്തറ്റിക്, നമുക്ക് സിമ്പത്തറ്റിക്കിനെ എംപതി, ഒരു എംപത്തറ്റിക് മൈൻഡ്, ഹെൽപ്ഫുൾ, അവർക്കൊരു സപ്പോർട്ടീവ് റെസ്പോൺസ് ആണ് അവരെന്ത് ചെയ്യുന്നത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. The teachers and the whole system of education have to get their mental state
നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, നമ്മൾ ടീച്ചേഴ്സ് അതേപോലെ ഹോൾ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ അവരുടെ മെന്റൽ സ്റ്റേറ്റ് അത് നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. ഫിസിക്കലി ഡിസേബിൾഡ് ആവുമ്പോൾ അവർക്ക് അവരുടേതായ കുറച്ച് എന്താ പറയാ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഫ്രണ്ട് അവള് പഠനം വേണ്ടാന്ന് വെച്ചത് അവിടുത്തെ കുട്ടികളിൽ അവളോട് ട്രീറ്റ് ചെയ്യുന്ന രീതി ഇഷ്ടപ്പെടാതെയാണ്. ദെൻ ടീച്ചേഴ്സ് ആൻഡ് ദ ഹോൾ സിസ്റ്റം പറഞ്ഞില്ലേ, അക്സെപ്റ്റ് ആൻഡ് എസെൻഷ്യൽ സ്റ്റെപ്പ് ഫോർ റെസ്പോണ്ടിങ് ടു ദർ നീഡ് ഫേവറബിളി. അവരുടെ നീഡ്സും കാര്യങ്ങളും മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് വേണ്ടത്. ഞങ്ങൾ പറഞ്ഞില്ലേ അന്ന്, ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞില്ലേ അന്ന് അവിടെ സ്റ്റെയർ പണിതു എന്ന് പറയില്ലേ, അത് ഫുൾ ഫണ്ട് എടുത്തത് PTA ആണ്. PTA ആണ് ഫണ്ട് എടുത്ത്, ഗവൺമെന്റ് സ്കൂളാണ്, അതുകൊണ്ട് തന്നെ PTA ഫണ്ട് എടുത്തിട്ടാണ് ആ ഒരു സ്റ്റെയർ പണിതത്. കാരണം ആ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെയും അവർക്കും എന്ത് വേണം, എഡ്യൂക്കേഷനുള്ള റൈറ്റ്സും കാര്യങ്ങളുണ്ട്. All children with the physical deformities or handicap do not require same type of compensatory treatment. നമ്മൾ ഫിസിക്കൽ ഡിസേബിലിറ്റീസ് ഉള്ള എല്ലാ കുട്ടികൾക്കും സെയിം ടൈപ്പ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ അല്ല, കോമ്പൻസേറ്ററി ട്രീറ്റ്മെന്റ് അല്ല വേണ്ടത്. അവർക്ക് അവരുടെ നീഡിന് അനുസരിച്ചിട്ടുള്ള എഡ്യൂക്കേഷനും ട്രീറ്റ്മെന്റും ആണ് വേണ്ടത്. ഇറ്റ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദർ നീഡ്സ്. അവരുടെ നീഡ്സിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഫിസിക്കലി ഏബിൾഡ് ആയിട്ടുള്ള, സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികള്. അപ്പോ ഒന്ന് റീഡ് ചെയ്ത് നോക്കാമോ? റീഡ് ചെയ്യട്ടോ. എല്ലാരും വായിച്ചു നോക്കിയോ? ഇനി നമ്മൾ നോക്കുന്നത് മെന്റലി റിട്ടേൺ ചിൽഡ്രൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ. ജസ്റ്റിസ് മരിയ മോണ്ടിസോറിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ട് ചിലപ്പോൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എങ്ങാനും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓക്കെ, ഡോക്ടർ മരിയ മോണ്ടിസോറി എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഇറ്റാലിയൻ ഫിസിഷ്യൻ ആയിരുന്നു, ഡോക്ടറായിരുന്നു. മരിയ മോണ്ടിസോറി ഫസ്റ്റ് ഒരു കുറച്ച് മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അന്ന് മരിയ മോണ്ടിസോറി കുറച്ച് കാര്യങ്ങൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികളിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് എന്ന് മനസ്സിലാക്കി. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സെൻസ്, ഡയഗ്നോസ് ഓഫ് സെൻസ് ആണ്. അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ഓരോ കാര്യങ്ങളും സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ദെൻ മരിയ മോണ്ടിസോറി എന്ത് ചെയ്തു, അവരുടെ സെൻസുകൾക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളും, പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്തു. പിന്നെ സെൻസറി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ സ്വയമേ പ്രിപ്പയർ ചെയ്ത് അവർക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയാ ലെവലിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നത് മരിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. ഒത്തിരി ചേഞ്ചസ് സംഭവിച്ചു. അപ്പോ എന്തുകൊണ്ട് ഈ ഒരു മെത്തേഡ് നോർമൽ കുട്ടികളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തും എന്നുള്ള ഒരു പോയിന്റിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഈ മോണ്ടിസോറി സ്കൂളുകളുടെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് നോർമൽ കുട്ടികളെ പോലെ തന്നെ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇത്, നമ്മുടെ മോണ്ടിസോറി മെത്തേഡ്. ഓക്കെ, 1 മിനിറ്റ് കേട്ടോ.
അപ്പോൾ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. The children of mentally retained children have special problems whose solution needed to certain amount of knowledge. സാധാരണ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള ഒരു നോളജ്, ആ ഒരു എമൗണ്ട് ഓഫ് നോളജ് വേണം. പക്ഷെ കുട്ടികൾക്ക് അങ്ങനെയുള്ള നോളജ് ഇല്ല. എന്താ പറയുക, ലേണിംഗ് കേപ്പബിലിറ്റീസ് വളരെ കുറവാണ്, ഭയങ്കര പുവറാണ്. അവർക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് മറന്നുപോകും. ആ ഒരു ഓർത്ത് വെക്കാനുള്ള എബിലിറ്റീസും കാര്യങ്ങളും മാർക്കില്ല. നമ്മൾ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇല്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. നമ്മളുടെ കുട്ടികൾക്ക് എന്താ പറയാ, മെന്റലി റിട്ടൈൻഡ് ആയിട്ട് കുട്ടികൾക്ക് നമുക്ക് എന്താണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്ന എന്താണ് ഫ്രെയിമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫ്രെയിമുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, പറഞ്ഞിട്ടുണ്ടോ? ഫ്രെയിമുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ, ആൻസർ തന്നിട്ടില്ലല്ലോ. മോണ്ടിസോറിയിൽ വരുന്ന കുറച്ച് ഒരു മെറ്റീരിയൽ ആണ് ഫ്രെയിംസ്. ഞാൻ ഇമേജസ് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതാണ് മോണ്ടിസോറിയിലെ ഏകദേശം ഫ്രെയിമുകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോ അതിൽ സിബ്, ചില കുട്ടികൾക്ക് സിബ് ഇടാൻ പോലും അറിയാത്തുണ്ടാവും, പ്രോപ്പർ ആയിട്ട് ബട്ടൺസ് ഇടാൻ പറ്റില്ല, അതേപോലെ ഷൂ ലേസ് സ്വയമേ കെട്ടാനായിട്ട് പറ്റാത്ത. അപ്പൊ ഈ കുട്ടികളെ നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്യിക്കും. സാധാരണ നോർമൽ കുട്ടീനെ ആണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അവർ സ്വയമേ അത് ചെയ്യും, ഇല്ലേ? ഈ ഒരു മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് നമ്മളൊരു കുട്ടീനെ കാണിച്ചു കൊടുക്കാൻ, നോർമൽ കുട്ടികളെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ പിന്നീട് സ്വയമേ ചെയ്യും, അല്ലേ? അല്ലെങ്കിൽ വേണ്ട, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അവര് സ്വയമേ ആ ഒരു ആക്ടിവിറ്റി എന്ത് ചെയ്യും. പക്ഷേ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികളുടെ കേസ് അങ്ങനെയല്ല. അവര് റിപ്പീറ്റ്, ചിലപ്പോൾ ഒരു ആക്ടിവിറ്റി അവരത് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ, അത് ട്രെയിൻ ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് മോർ ടൈം എടുക്കും. നമുക്ക് ഒരുപാട് ടൈം, ചിലപ്പോൾ 1 മന്തിൽ കൂടുതൽ എടുക്കും ആ ഒരു ആക്ടിവിറ്റി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പേഷ്യൻസ് ആണ്. മെയിൻലി നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി ആണ് എന്ത്, പേഷ്യൻസ് എന്ന് പറയുന്നത്. നല്ല പേഷ്യൻസ് അവരെ ട്രീറ്റ് ചെയ്യാൻ, അല്ല അവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് വേണം. നമ്മൾ നല്ല പേഷ്യന്റ് ആയിട്ടാണെങ്കിൽ നോർമൽ കുട്ടികളെക്കാളും ഇത്തിരി പേഷ്യൻസ് കൂടുതൽ വേണം ആരെ ട്രീറ്റ് ചെയ്യാൻ, ആരെ ഹാൻഡിൽ ചെയ്യാനായിട്ട്, മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. സോ അതേപോലെ തന്നെ അവര് ചിലപ്പോ കാണുമ്പോൾ ചിലപ്പോൾ നല്ല ഏജ്ഡ് ഒക്കെ ആയിട്ട് തോന്നും. ഗ്രോത്ത് ഉണ്ടാവും, അത്യാവശ്യം നല്ല വലിയ കുട്ടികളായിരിക്കും. ഏജ് കൊണ്ട് അവർക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. ചിലപ്പോ ഒരു 20-25 വയസ്സിന്റെ ഗ്രോത്ത്. ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികളെയാണ് നമ്മൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി ട്രീറ്റ്മെന്റ്, എഡ്യൂക്കേഷൻ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോ അവർക്ക് കാണുമ്പോൾ നമുക്ക് ഏജ് ഒക്കെ തോന്നും, പക്ഷെ ആ കുട്ടികളുടെ മനസ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന അതേ കുട്ടികളുടെ ഏജ് ആയിരിക്കും. ഒരു 3 വയസ്സ് ഉള്ള ഒരു കുട്ടിയുടെ മനസ്സായിരിക്കും ഈ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികളുടെയും മനസ്സെന്ന് പറയുന്നത്. ചിലപ്പോൾ അവര് നമ്മൾ ഓടി വന്ന് ഹഗ് ചെയ്യും. അവര് ഹഗ് ചെയ്യുന്നത് നമ്മളത് തെറ്റിദ്ധരിക്കൊന്നും പാടില്ല. കാരണം എന്താണ്, അവർ നമ്മളെ കാണുന്നത്, അവർ അമ്മ വിട്ട് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് മദർ ആയിട്ടാണ് ആരെ കാണുന്നത്, നമ്മൾ ഓരോരുത്തരെയും കാണുന്നത്. അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവർ വന്ന് പെട്ടെന്ന് ഹഗ് ചെയ്യുന്നതും അവർ പെട്ടെന്ന് നമ്മളോട് സ്നേഹപ്രകടനങ്ങൾ കാണിക്കുന്നതൊക്കെ. അവരത്രേ ഉള്ളൂ. കാരണം അത്രയും ചെറിയ കുട്ടീനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യാണെങ്കിൽ നമുക്ക് അവരെ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നല്ല പേഷ്യൻസ് ഈ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ടീച്ചേഴ്സിന് വേണ്ട ഒരു കാര്യങ്ങളാണ് എന്താ പേഷ്യൻസ് എന്ന് പറയുന്നത്. ഗുഡ് പേഷ്യൻസ് വേണം. അതേപോലെ ഈ കുട്ടികളെ മാറ്റം വരുത്താനായിട്ട് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ മെറ്റീരിയൽ ആണ് മോണ്ടിസോറി എൻവയോൺമെന്റ്. ഈ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആൻഡ് എൻവയോൺമെന്റ് ആണ് ഇത് മോണ്ടിസോറി എന്ന് പറയുന്നത്. അത് മോണ്ടിസോറി തെളിയിച്ചൊരു കാര്യമാണ്. മോണ്ടിസോറി മെത്തേഡ് അല്ലെങ്കിൽ മോണ്ടിസോറി മെറ്റീരിയൽസിലൂടെ ഈ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. അവർക്ക് ആ ഒരു ഗ്രോത്ത്
ക്രിയേറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് കാര്യങ്ങളും അറസ്റ്റഡ് ആണ്, ഒരു സ്ഥലത്ത് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്യുന്നതിലൂടെ അവരുടെ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് അല്ലെങ്കിൽ അവർക്ക് ഓരോ കാര്യങ്ങൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോ നിങ്ങളെ കാണിച്ചു തന്നത് ഫ്രെയിം ആയിരുന്നു അല്ലെ. മോണ്ടിസോറിയിൽ വരുന്നൊരു മെറ്റീരിയൽ ആണ് ഇത് ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രെയിംസ് ഉണ്ട്. അപ്പോ ഈ ഫ്രെയിംസ് ഓരോന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം ബട്ടണിങ് ഫ്രെയിം ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് കുട്ടികൾ പ്രോപ്പർ ആയിട്ട് ബട്ടൺസ് ഇടുന്നത്. ആദ്യം ചിലപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബട്ടൺസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ഇടാനായിട്ട് പറ്റും. ഓക്കെ, ഇതിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് മെന്റൽ റിട്ടേൺ ചിൽഡ്രൻസിൽ എൻ്റെ എക്സ്പീരിയൻസ് പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പത്തില് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുന്നത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാമിലി എന്ന് വെച്ചാല് അച്ഛനും അമ്മയും ഗവൺമെന്റ് ജോലിയൊക്കെ ആയിരുന്നു. അവർക്ക് എന്താ പറയാ, ആദ്യത്തെ കുട്ടി ജനിച്ചത് എന്റെ അതേ ഏജ് ആണ്. അവൻ ജനിച്ച സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന്റെ ബ്രെയിൻ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു അബോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ അവരുടെ കാസ്റ്റില് അബോർട്ട് ചെയ്യാൻ പാടില്ല, അത് പാപാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, അവരുടെ എന്ത് ചെയ്തു, ഡെലിവറി കഴിഞ്ഞു. കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മ എന്ത് ചെയ്തു, ജോലി ഉപേക്ഷിക്കുക ചെയ്ത്. ടീച്ചറായിരുന്നു, ജോലി ഉപേക്ഷിച്ചു. അവൻ വളർന്നു വരുന്നതിനനുസരിച്ച് അവൻ്റെതായ പ്രശ്നങ്ങൾ കൂടിക്കൂടി വന്നു. ആദ്യമൊക്കെ അവനെ റൂമിൽ നിന്ന് പുറത്തിറക്കില്ല, റൂമിൽ പൂട്ടിയിടും, ഭക്ഷണം കൊടുക്കും, അങ്ങനെയായിരുന്നു അവർ ട്രീറ്റ് ചെയ്തിരുന്നത് ആദ്യങ്ങളിൽ. അപ്പൊ അവന്റെ അനിയൻ, പിന്നീട് അവന്റെ അനിയൻ ജനിക്കുന്നു, അനിയൻ ഞങ്ങളുടെ ഒക്കെ ഒപ്പം വന്ന് കളിക്കുന്നുണ്ട്. അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ എഞ്ചിനീയറിംഗ് ഒക്കെ ആയിരുന്നു, ആള് പുറത്താണ്, UK-യിലാണ്. പക്ഷെ ചേട്ടന്റെ കാര്യത്തിലാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു പ്രശ്നം കുറെ എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ അങ്ങനെയാണ്. കാരണം ഫാമിലി പുറത്തേക്ക് വിടില്ല, കാരണം ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് എന്ന് പുറത്താരും അറിയാത്ത രീതിയിൽ അവരുടെ റൂമിൽ അടച്ച് ആയിരുന്നു ആദ്യമൊക്കെ എന്ത് ചെയ്തിരുന്നത്, അവനെ നോക്കിയിരുന്നത്. ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ അവൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ അലർച്ചയും കാര്യങ്ങളും, നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും അവന്റെ അലർച്ചയും കാര്യങ്ങളും കേൾക്കുന്നത്. അന്ന് വീടിന്റെ അടുത്ത് വലിയ പറമ്പുകളാണ്. എന്റെ വീട് കഴിഞ്ഞാല് അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് വലിയ പറമ്പുകളാണ്. അപ്പൊ കുറച്ച് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടെങ്കിൽ പോലും അവന്റെ അലർച്ച നമുക്ക് വീട്ടിലിരുന്നാൽ കേൾക്കാൻ പറ്റും. മിക്ക സമയത്തും പകലും രാത്രിയും എന്നൊന്നുമില്ല, അവന് പേടിയാവുമ്പോഴാണ് തോന്നുന്നത് അമ്മനെ കാണാതെ ആവുമ്പോ പെട്ടെന്ന് കരച്ചിലും കാര്യങ്ങളും. പിന്നീട് ഞാൻ ആ പ്രശ്നങ്ങളും പിന്നെ കേട്ടിട്ടില്ല. പിന്നീട് ഞാൻ വിവാഹം കഴിഞ്ഞു, ഞാൻ എന്റെ വീട്ടിലേക്ക് പോന്നു. ഒരു ദിവസം ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ എന്റെ വീട്ടിലേക്കാണ് പോയത്. ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു വണ്ടി വന്ന് നിൽക്കാണ്. ഒരു വണ്ടിയില് സ്കൂൾ യൂണിഫോം ഇട്ട് ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞത് എന്താന്ന് വെച്ചാല് യൂണിഫോം ഒക്കെ ഇട്ട് അത്യാവശ്യം ഏജ് ഉണ്ടവന്, അവൻ വീട്ടിലേക്ക് നടന്നു പോകണമെന്ന് തോന്നി. ഞാൻ ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ അവിടേക്ക് പോകണമെങ്കിലും ഇളയാളെ എനിക്ക് നല്ല പരിചയമുണ്ട്, ഇവനെ ഞാൻ അധികം കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് മനസ്സിലായി അത് അവനാണ് എന്നുള്ളത് മനസ്സിലായി. പിന്നീട് ഞാൻ അങ്കിളിനെ കണ്ടപ്പോ ചോദിച്ചു, അവനിപ്പോ എവിടെ പഠിക്കുന്നേ ചോദിച്ചു. അപ്പോ മോളെ അവൻ ഞങ്ങളുടെ പഞ്ചായത്തിന് കീഴില് ഒരു മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ ആണ് എന്ന് പറഞ്ഞു. എനിക്ക് ഈ മെത്തേഡും കാര്യങ്ങളും മോണ്ടിസോറി മെത്തേഡൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ആ ഒരു കുട്ടി ആ ഒരു സ്കൂളിൽ ാണെന്ന് പറഞ്ഞപ്പോ ഞാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയി. ഞാൻ പറഞ്ഞൊന്നുമില്ല ഞാനിങ്ങനെ ഫാക്കൽറ്റി ആണ് ഇതിന്റെ എന്നൊന്നും പറഞ്ഞില്ല. അങ്ങളോട് സംസാരിച്ചു. അപ്പൊ എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. മോളെ അവന് നല്ല മാറ്റാണ്, അവൻ പണ്ടത്തെ പോലെയല്ല, പണ്ടത്തെ കുടുംബമൊന്നുമില്ല, അവനെല്ലാം പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്, അതേപോലെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, അവന് പ്രോപ്പർ ആയിട്ട് ഇപ്പൊ ബട്ടൺസ് ഇടാൻ പറ്റുന്നുണ്ട്, ഷൂ ലേസ് സ്വയം കിട്ടുന്നുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളാ പറയുന്നുണ്ട്. അവൻ സ്വയമേ വെള്ളം എടുത്ത് കുടിക്കുന്നു. ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ പോലും അങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ അങ്ങളുടെ മുഖത്തിൽ നിന്ന് ആ ഹാപ്പിനെസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം അത്രയും സന്തോഷത്തോടു കൂടിയാണ് അങ്കിൾ നമ്മളോട് സംസാരിച്ചത്. അങ്കിളിന് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റ് ആണ്. കാരണം ആ ഒരു മെത്തേഡാണ് മോനെ ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. പണ്ട് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ മോനിപ്പോ ഏകദേശം ഓക്കെ ആയ എന്റെ മോളെ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ട്രീറ്റ്മെന്റ് പണ്ട് കഴിച്ചാലും ഡോസും കാര്യങ്ങളൊക്കെ കുറച്ച്, ട്രീറ്റ്മെന്റ് ഒക്കെ കുറവാണ്, എന്നാൽ പോലും അവൻ നല്ല കൺട്രോൾഡ് ആണ്, അവൻ ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, അപ്പോഴാണ് ചോദിക്കുന്നത് ഏത് മെത്തേഡാണെന്ന് ചോദിച്ചത്. അപ്പൊ അവിടെ പഠിപ്പിക്കുന്നത് ഈ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ്. കുറെ ആലോചിച്ചിട്ട് പറഞ്ഞു മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം നമ്മളുടെ മെത്തേഡ്
മാറ്റങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് അവനിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്താൻ പറ്റിയെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നോർമൽ കുട്ടികളിൽ എന്തെല്ലാം ചേഞ്ചസ് വരുത്താൻ പറ്റും എന്നുള്ളത്. ഈ മോണ്ടിസോറി എക്യുപ്മെന്റ്സും മെറ്റീരിയൽസും ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. നമ്മൾ വിചാരിക്കും ജസ്റ്റ് ഒരു മെറ്റീരിയൽ അല്ലേ, ഒരു സിംഗിൾ മെറ്റീരിയൽ അല്ലേ, പക്ഷെ ആ ഒരു മെറ്റീരിയലിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. മോണ്ടിസോറി ഇപ്പൊ ഒരു മെറ്റീരിയൽ ഉള്ളെങ്കിലും ആ ഒരു മെറ്റീരിയൽ വെച്ച് ചിലപ്പോൾ നമുക്ക് ഒരു അഞ്ചോ അതിൽ കൂടുതലോ ആക്ടിവിറ്റീസ് ആ കുട്ടീനെ കൊണ്ട് ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റും. അത്രയും ഓരോ മെറ്റീരിയലിനെ കൊണ്ടും അത്രയും ഹെൽപ്ഫുൾ ആണ്. അപ്പോ ഞാൻ നിങ്ങൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രെയിംസ് എന്ന് പറയുന്ന മോണ്ടിസോറിയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഫ്രെയിമുകൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്ന മെറ്റീരിയൽ ആണ്. ഇതില് സൈഡ് വുഡ് ആണ്, കണ്ടോ, സൈഡ് വുഡ് ആണ്. നടുക്ക് നമ്മൾ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് സിബ്, വെൽക്രോ, ഹുക്ക്, ബക്കിള്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രെയിംസ് ആണ് അതിൽ വരുന്നത്. ഇതില് നിങ്ങൾക്ക് ഒരു ഫ്രെയിം എന്തായാലും നിങ്ങൾ മെറ്റീരിയൽ ആയിട്ട് ചെയ്യണം. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ചെയ്തില്ലേ? ഇനി നെക്സ്റ്റ് മെറ്റീരിയൽ ആണ് ഇത്. അപ്പോ നമ്മൾ ഒരു ഫ്രെയിം, ഏതെങ്കിലും ഒരു ഫ്രെയിം ചെയ്യണം. ഒരു വുഡിന്റെ ഒരു ഫ്രെയിം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് വുഡ് കിട്ടാനായിട്ട് അവൈലബിൾ അല്ല എന്ന് വിചാരിക്കും. അത്യാവശ്യം നമുക്ക് കനമുള്ള കാർഡ്ബോർഡ് ഉണ്ടാവില്ലേ? കനമുള്ള കാർഡ്ബോർഡ്, മേ ബി എന്താ പറയാ, നല്ല ഫ്രെയിം ആയിരിക്കണം. അല്ലെങ്കിൽ ഫോട്ടോ ഫ്രെയിംസ്, പഴയ ഫോട്ടോ ഫ്രെയിംസ് വല്ലതും വീട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ഫ്രെയിമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പഴയ ഫോട്ടോ ഫ്രെയിംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ കംപ്ലൈന്റ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഫ്രെയിം എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫ്രെയിമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മെയിൻ ആയിട്ട് നമുക്ക് 8 ഫ്രെയിംസ് ആണ് മോണ്ടിസോറിയിൽ വരുന്നത്. 8ൽ കൂടുതൽ വരുന്നുണ്ട്, എന്നാലും നമ്മൾ 8 നോക്കിയാൽ മതി. ഓക്കെ, ഫ്രെയിംസ് കേട്ടോ. അപ്പോ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതില് നിങ്ങൾക്ക് ഇഷ്ടം ഒരു ഫ്രെയിം എന്തായാലും കമ്പൽസറി എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. 4 മോഡൽ വേണം. അപ്പൊ അത് ഒന്ന് മാറ്റിയിട്ട് നമുക്കത് ഇടാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രെയിം ആണുള്ളത്, അതിൽ ഡിഫറെന്റ് ക്ലോത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇടാനായിട്ട് പറ്റും. അപ്പോ വുഡാണിത്. വുഡ് കിട്ടാൻ അവൈലബിൾ അല്ലാത്തവര് നമ്മൾ എന്ത് ചെയ്യാം, ഫ്രെയിംസ് സ്വയമേ ചെയ്യാൻ നോക്കാം. ഇത് വുഡാണോ? പണ്ട് നമുക്കൊരു സ്ലേറ്റ് വാങ്ങിക്കാൻ കിട്ടില്ലേ മക്കള്? പണ്ട് നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്ലേറ്റ്. ആ ഒരു സ്ലേറ്റ് ഇപ്പൊ ഉണ്ടെങ്കിൽ അതായാലും മതി. അത് അവൈലബിൾ ആണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് അതിൽ നമ്മൾ ഈ ഒരു ക്ലോത്തും കാര്യങ്ങളും സ്റ്റിച്ചൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫ്രെയിംസ് സിമ്പിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ ആ വുഡിന് പകരം നമുക്ക് എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റും എന്നാലോചിക്കാം. പിന്നില്ലേ, ഈ വുഡ് കിട്ടാൻ വേറൊരു ഐഡിയയും കൂടി ഉണ്ട് കേട്ടോ. നമ്മള് വീടിന്റെ അടുത്ത് ആശാരിമാർ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു, കുട്ടിന്റെ പാട് നടക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വേസ്റ്റ് ആയിട്ട് പോകുന്നതാണ് ചെറിയ നല്ല പീസ് ആയിട്ടുള്ള വുഡ്. അത് വാങ്ങിച്ചിട്ട് നമ്മളുടെ അളവിന് എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് ഫെവിക്വിക്ക് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, നമ്മൾ ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ ഫെവിഗോൾ വുഡ് ഒട്ടിക്കുന്ന ഒരു പശയുണ്ട്. ഫെവിക്വിക്കിന്റെ അല്ല, വുഡ് ഒട്ടിക്കുന്ന ഒരു പശ, നല്ല പശയാണ്. നമ്മള് എന്താ പറയാ, അമ്മരോട് ചെറുതാനെ ചോദിച്ചാൽ മതി വുഡ് ഒട്ടിക്കുന്ന ഗ്ലൂ ഏതാണ് നല്ലതെന്ന് ചോദിച്ചിട്ട് അത് വാങ്ങിച്ചിട്ട് ഇതേപോലെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഫ്രെയിമിനെ കുറിച്ച് ഐഡിയ കിട്ടി. ഇനി ഞാൻ ഓരോ ഫ്രെയിംസ് ഏതാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആദ്യം ഞാൻ പറയുന്നത് ബട്ടണിങ് ഫ്രെയിം ആണ് കേട്ടോ. ബട്ടണിങ് ഫ്രെയിം കേട്ടോ. ബട്ടണിങ് ഫ്രെയിം സാധാരണ ബട്ടണിങ് ഫ്രെയിം ആണ് നമ്മൾ ബട്ടൺസ് ഒക്കെ ഇടുന്നത്. ഇനിയിപ്പോ ബട്ടണിങ് ഫ്രെയിം ചെയ്യാൻ വീണ്ടും ഒരു ഈസി ഐഡിയ പറഞ്ഞുതരാം. പഴയ ഷർട്ട് ഉണ്ടോ വീട്ടില്? പഴയ ഷർട്ട് നോക്കിയിട്ട് എടുക്കുക, അതിന്റെ കോളറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തതിന് നമുക്ക് ഏകദേശം ഇതേപോലത്തെ ഒരു സ്ക്വയറിൽ അത് കട്ട് ചെയ്തെടുത്ത സിമ്പിൾ ആയിട്ട് ബട്ടണിങ് ഫ്രെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റിച്ചിങ് ഒന്നും അറിയാത്തവരാണെങ്കിൽ പോലും കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് തുന്നിയാലും മതി ഈ ഒരു ഫ്രെയിം ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ?
ബട്ടൺ ഫ്രെയിം ഓക്കെ ആണല്ലോ. ദെൻ പിന്നെ വരുന്നതാണ് പ്രസ് ബട്ടൺ ഫ്രെയിം കേട്ടോ. നമ്മളെ ഇന്ന് കുഞ്ഞി കുട്ടികളുടെയൊക്കെ ഡ്രസ്സിൽ കാണുന്നത് പ്രസ് ബട്ടൺസ് ആണല്ലേ. പ്രസ് ചെയ്യുന്ന ടൈപ്പ് ബട്ടൺസ് കാണാറുണ്ടോ? നോക്കട്ടെ, കാണിച്ചു തരാം. നോക്കി നിങ്ങൾ ഇത് പ്രസ് ബട്ടൺ കണ്ടിട്ടുണ്ടോ? കുഞ്ഞു കുട്ടികളുടെ ഇപ്പോഴുള്ള ന്യൂ ബോൺ ബേബീസിന്റെ ഒക്കെ ഡ്രസ്സിൽ ഇപ്പൊ കൂടുതലായിട്ട് വരുന്നത് ഇങ്ങനത്തെ ബട്ടൺസ് ആണ്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാം. അപ്പൊ ആദ്യം പറഞ്ഞത് ബട്ടണിങ് ഫ്രെയിം, പിന്നെ പറഞ്ഞത് പ്രസ് ബട്ടൺ ഫ്രെയിം ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി വരുന്നത് സിപ്പ് ഫ്രെയിം ആണ്. സിപ്പ് ഫ്രെയിം സിമ്പിൾ ആയിട്ട് നമുക്ക് പറ്റും. നമ്മളെ വീട്ടില് ഏതെങ്കിലും ഡ്രസ്സ്, കോട്ടൺ ഡ്രസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിപ്പ് ഫ്രെയിം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 2 ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സിബ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. കുട്ടികൾക്ക് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് സിബും കാര്യങ്ങളൊക്കെ ഇടുന്നത് എന്നും സിബൊക്കെ ഇടാൻ അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ചില കുട്ടികൾക്ക് ഇപ്പോഴും സിബോ പ്രോപ്പർ ആയിട്ട് ബട്ടൺസോ ഒന്നും കാര്യങ്ങൾ ഇടാൻ അറിയില്ല. അപ്പൊ നമ്മള് അവർക്ക് KG സെഷൻ മുതൽ ഈ ഒരു മെറ്റീരിയൽസും കാര്യങ്ങളും എന്ത് ചെയ്യാം, ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് ഓരോ കാര്യങ്ങളും സ്വയമേ ചെയ്യാനായിട്ട് പറ്റും. സിബ് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഇടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും. ഓക്കെ ആണോ സിപ്പ് ഫ്രെയിം? സിപ്പ് ഫ്രെയിം കഴിഞ്ഞിട്ട് ലേസ് ഫ്രെയിമിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മള് ചില കുട്ടികളെ ലേസ് ഫ്രെയിം ചെയ്യാൻ പറയുമ്പോഴേ കാർഡ്ബോർഡിൽ ഷൂ പോലെ കട്ട് ചെയ്തിട്ട് അതുമ്മ ലേസ് ഫ്രെയിം ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ ലേസ് ഫ്രെയിം ചെയ്യാനായിട്ട് ഈസി എന്നുള്ള രീതിയിൽ നിങ്ങൾ അത് ചെയ്തോട്ടെ. ലേസ് ഷൂ ലേസ് ഫ്രെയിം ആണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, കാർഡ്ബോർഡിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഫ്രെയിം ആണ് ഇത് ലേസ് ഫ്രെയിം. ഷൂവിന്റെ ആകൃതിയിൽ ആ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് നൈസ് ആയിട്ട് എന്ത് ചെയ്യുക, ഹോൾസ് ഇട്ട് കൊടുക്കുക. ദെൻ ഈ ഒരു ഫ്രെയിം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം? ഇത് വുഡിൽ തന്നെ ചെയ്യണം? ഓക്കെ, നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏതാണ് മെറ്റീരിയൽ അതിൽ ചെയ്യാം. പിന്നെ ഈ ക്രാഫ്റ്റിന്റെ ഒക്കെ വർക്ക് ചെയ്യുന്ന ക്രാഫ്റ്റിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടയില്ലേ, അവിടെ ചെന്നിട്ട് ചെറിയ വുഡിന്റെ പീസ് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടായിരിക്കും. ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കടയുണ്ടല്ലോ, അവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. വുഡ് എന്നുവെച്ചാൽ അധികം വില ഒന്നും വേണ്ട, ജസ്റ്റ് നമുക്കത് എടുക്കുമ്പോ ഹോൾഡ് ചെയ്യുമ്പോ ജസ്റ്റ് അത് ഒരു ഇതിൽ വേണം എന്നുള്ളൂ. നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാവരും വുഡിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ലേസ് ഫ്രെയിം കിട്ടിയാലോ? 4ാമത്തെ ഫ്രെയിം അല്ലേ ലേസ്? ഇനി വെൽക്രോ ആണ്. വെൽക്രോ കണ്ടിട്ടില്ലേ നിങ്ങള്? നമ്മള് ചപ്പൽസിലൊക്കെ ഉണ്ടാവും, ചില ക്ലോത്തിലൊക്കെ നമ്മൾ കാണും വെൽക്രോ. കണ്ടിട്ടുണ്ടോ വെൽക്രോ? ഇതെനിക്ക് തോന്നി വെൽക്രോന് ഒരു മീറ്ററിന് 15 റുപ്പീസ് 15 രൂപയൊക്കെ ഉള്ളൂ തോന്നുന്നുണ്ട്. നമുക്ക് തയ്യൽ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുന്ന കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അത് നമ്മൾ വാങ്ങിച്ച് ഒരു ഫ്രെയിം പോലെ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ വെൽക്രോ ഫ്രെയിം ആയി. ഹുക്ക് ഫ്രെയിം കണ്ടിട്ടുണ്ടോ? നമ്മള് ഹുക്ക് നോക്കട്ടെ, ഈ ഒരു മെറ്റീരിയൽ എവിടെ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മതി. ഹുക്ക് ഇതെവിടെ കണ്ടിട്ടുള്ളത്? സ്കേർട്ടിലൊക്കെ കണ്ടിട്ടുണ്ടോ? ജുബ്ബാസിലൊക്കെ ഉണ്ട് കഴുത്തിന്.
കളർ യൂണിഫോം ട്രൗസർ. യൂണിഫോമിലാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് മനസ്സിലായി, ഇപ്പഴാ മനസ്സിലായ. ആ, ഇത് സ്കേർട്ടിലൊക്കെ ഉണ്ട്, യൂണിഫോം സ്കേർട്ടിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, ആ, ഇപ്പില്ല. ഇപ്പൊ കുറവായി. കുറവാണ്. യൂണിഫോമിലാണ് കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ചെറിയ നിസ്സാരം പൈസ കൊടുത്തൊക്കെ കിട്ടും. ക്ലോത്ത് എടുക്കുക, ഇതൊന്ന് ഫിറ്റ് ചെയ്ത് നമ്മൾ തന്നെ തുന്നി വെക്കുകയാണെങ്കിൽ നമുക്കൊരു എന്താണ് ഹുക്ക് ഫ്രെയിമും ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ചിലപ്പോ ആരൊക്കെയാണ് ഇത് തയ്ക്കുന്നവര്? ഞാൻ തയ്ക്കുന്നു മാം. ആണോ? അപ്പൊ മോൻ അത് ചെയ്തിട്ട് ഇവർക്കൊന്ന് മോഡൽ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. കാരണം തയ്ക്കുന്നവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. ഫ്രെയിമുകള് മെയിൻ ആയിട്ട് അവരാണ് ആദ്യം ചെയ്യുക, പിന്നെ ഐഡിയാസ് പാസ് ചെയ്യാറാണ് പതിവ്. ഹുക്ക് ഫ്രെയിം ക്ലിയർ ആയല്ലേ? ബെൽറ്റ് ഫ്രെയിം, ഈ ബെൽറ്റ് ഫ്രെയിം നിർബന്ധം പറയില്ല, കാരണം എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റണമെന്നില്ല കേട്ടാ. പഴയ ബെൽറ്റ് ഇപ്പൊ ഇങ്ങനെ കംപ്ലൈന്റ് ആയിട്ടുള്ള ബെൽറ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ബെൽറ്റ് ഫ്രെയിം ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരെണ്ണോ നമുക്ക് കിട്ടുള്ളൂ, എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കിട്ടുന്നവർ ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും ഏതെങ്കിലും ബെൽറ്റ് കംപ്ലൈന്റ് ആയിട്ട് മാറ്റിയതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളത് ബെൽറ്റ് ഫ്രെയിം എങ്ങനെ ചെയ്യണോ ആ രീതി ചെയ്യാം. പഴയ പിന്നെ ഇത് കോമൺ ആയിട്ട് കാണുന്നതേ കുട്ടികളുടെ വാച്ച് ഉണ്ടല്ലോ, പഴയ ഒരു ചെറിയ വാച്ച് കിട്ടുമല്ലോ നമുക്ക്, അധികം പൈസ കുറഞ്ഞിട്ട് കിട്ടുന്നത്, കുഞ്ഞു കുട്ടികളുടെ വാച്ച്, സ്ക്രാപ്പ് മാറ്റുന്ന വാച്ച്. അപ്പൊ അതില് കിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതെടുത്ത് ചെയ്യാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ബെൽറ്റ് ഫ്രെയിം കിട്ടി അല്ലെ? ഇനി അടുത്തതാണ് വെൽക്രോ. വെൽക്രോ പറയുന്നത് വെൽക്രോ ഞാൻ പറഞ്ഞു, ബക്കിളാണ് ഇനി. ബക്കിൾ ഫ്രെയിം ഇതെവിടെ കണ്ടിട്ടുള്ള കോമൺ ആയിട്ട്? ബാഗില് മാം. പഴയ ബാഗ് നോക്കാം കേട്ടോ, കിട്ടാണെങ്കിൽ മതി. പഴയ ബാഗ് നോക്കിയിട്ട് പഴയ ബാഗിൽ ബക്കിൾസ് കിട്ടാണെങ്കിൽ അതെടുത്ത് സ്റ്റിച്ച് ചെയ്ത് ബക്കിൾ ഫ്രെയിം ചെയ്യാൻ പറ്റുമോ നോക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞ പേരുകളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? എട്ടായി മാം. എട്ടായില്ലേ? അപ്പൊ 8 ഫ്രെയിംസ് നമുക്കുണ്ട്. അതിൽ നിങ്ങൾക്ക് 5 ഫ്രെയിം ചെയ്താൽ മതി. ഒരു ഫ്രെയിം കമ്പൽസറി ആയിട്ട് ഒരു ഫ്രെയിം വേണം. ബാക്കി ഫ്രെയിമുകൾ നമുക്ക് മാറ്റി മാറ്റി ഇടാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം. ഓക്കെ, ഇനി എന്നിട്ട് ഫ്രെയിം കിട്ടിയില്ലെങ്കിൽ നമ്മള് കേക്ക് ഒക്കെ വാങ്ങിക്കില്ലേടാ, കേക്ക് ഒക്കെ വാങ്ങിക്കുമ്പോ താഴെ ഒരു ബേസ് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമില്ലേ, എന്താ പറയാ അതിന്? കേക്ക് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നവരുണ്ടോ ഇവിടെ? ഇല്ല അല്ലെ? താഴെ ബേസ് ആയിട്ട് വെക്കുന്ന നല്ല കനമുള്ളത് റൗണ്ടിലേയും കിട്ടും, സ്ക്വയർ ആയിട്ടുള്ളതും കിട്ടും. ശ്രദ്ധിച്ചിട്ടുണ്ട് അത്? ഓക്കെ, ആ പീസ് കിട്ടുകയാണെങ്കിൽ അതിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രെയിം പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ബലമുണ്ട്. നമ്മുടെ കാർഡ്ബോർഡിനേക്കാളും അത്യാവശ്യം നല്ല ബലം ആ ഒരു സംഭവത്തിന് കിട്ടും, ആ ഒരു ഫ്രെയിമിന് കിട്ടും. അപ്പൊ ചെയ്യാലോ എല്ലാവർക്കും ഫ്രെയിമുകള്. വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? വേറെ തന്നിട്ടില്ല. കാർഡ്ബോർഡ് യൂസ് ചെയ്താൽ മാർക്ക് അങ്ങനെയില്ല, നമ്മളത് ചെയ്യണം എന്നുള്ളൂ. കാർഡ്ബോർഡ് ആയാലും വുഡ് ആയാലും നമ്മളത് ചെയ്യണം എന്നുള്ളൂ. ഈ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾ ചെയ്യണം, നിങ്ങൾക്കത് ചെയ്യണം എന്നുള്ളൂ. അല്ലാതെ മാർക്ക് അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യില്ല കേട്ടോ. എന്തുകൊണ്ട് യൂസ് ചെയ്തു എന്ന് ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്യില്ല. ഓക്കെ, ടീച്ചറെ പതുക്കെ കാണിച്ചാൽ മതിയാ? മതി, ടൈം എടുക്കും. കാരണം എന്താ, നിങ്ങളത് തിങ്ക് ചെയ്യാം, നമ്മുടെ ചുറ്റുപാടും ശ്രദ്ധിക്കാം. ഈ ഫ്രെയിം ചെയ്യാൻ മിസ് പറഞ്ഞിട്ടുണ്ട്, ഈ ഫ്രെയിമിന് എനിക്ക് വേണ്ടത് 4 പീസ് വുഡ് പീസുകളാണ്, അത് എവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും എന്നൊക്കെ ആലോചിക്കാം. ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടും തന്നെ ഉണ്ടാവും. ചില കുട്ടികൾ PVC പൈപ്പ് അത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ചിലവര് പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. നിങ്ങളുടെ അടുത്ത് ഏത് മെറ്റീരിയൽ ആണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ മെറ്റീരിയൽ യൂസ് ചെയ്ത് ചെയ്താൽ മതി ഫ്രെയിം.
ഈ ഓക്കെ. ടീച്ചർ കാണിച്ചേക്കുന്നതിൽ ക്ലോത്ത് അല്ലേ കൊടുത്തേക്കുന്നത്? ക്ലോത്ത് തയ്ച്ചു വെച്ചേക്കുന്ന ആ ഒരു ലെവലല്ലേ കൊടുത്തേക്കുന്ന എല്ലാ ഫ്രെയിംസും? അങ്ങനെ കണ്ടിട്ട് ഡൗട്ടൊന്നുമില്ലല്ലോ, ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫ്രെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫ്രെയിമേ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വേണ്ടി കൊണ്ടുപോയിരിക്കുക, അല്ലെങ്കിൽ ഞാനത് എടുത്ത് കാണിച്ചു തന്നാണ്. അത് ഗുഡാണ്, റോളർ ആയിട്ടുള്ളത് വേണമെന്നൊന്നുമില്ല, നമുക്ക് അവൈലബിൾ ഉണ്ട്. ഇത് സ്ക്വയർ പീസാ വന്നിരിക്കുന്നത്, ഇതും സ്ക്വയർ ആണ്, ചിലതൊക്കെ സ്ക്വയർ ആയിരിക്കും. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, നമ്മുടെ ചുറ്റുപാടും അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നോക്കി നിങ്ങൾ ചെയ്താൽ മതി. ഇത്തിരി പാടാണല്ലേ? അന്വേഷിച്ച് നോക്കുക, ചിലപ്പോൾ നമുക്കത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിനെ കുറിച്ച് നന്നായിട്ട് ചിന്തിക്കാം. മിസ് ഇങ്ങനെ പറഞ്ഞല്ലോ, ഫ്രെയിമിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഞാൻ എന്ത് വെച്ചിട്ട് ഫ്രെയിം ചെയ്യും, എന്റെ ചുറ്റുപാടും അതിന് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണ് ഉള്ളത് എന്നൊക്കെ ചിന്തിച്ചാൽ ടീച്ചർ പറഞ്ഞ സ്ലേറ്റിന്റെ അല്ലേ? സ്ലേറ്റ് ഇല്ലേ കുട്ടിയൊക്കെ എഴുതുന്ന സ്ലേറ്റ്, അതിന്റെ അളവ് മതിയാ? അതായാലും മതി, അത് അവൈലബിൾ ആണോ? അളവ് അത് മതിയാ? വലുതല്ല, നോർമൽ സാധാ മാം ഉടനെ സ്ലേറ്റ് ഇല്ലേ? അതാണ് ഉദ്ദേശിച്ച ടീച്ചറിന് മനസ്സിലായി. സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ്. പറഞ്ഞോ. അപ്പൊ ആ ഫ്രെയിമിന്റെ ആ അളവിനുള്ളത് മതിയാ? മതി. ഒരു സ്ക്വയർ ഓ, സ്ലേറ്റിന്റെ ഒരു രീതിയിൽ ആ അളവിലുള്ളത് മതി കേട്ടോ. ഓക്കെ. നമ്മളുടെ കയ്യില് ഇപ്പൊ ചിലപ്പോ കാർഡ്ബോർഡിന്റെ, ഞാൻ പറഞ്ഞ പോലെ കേക്കിന്റെ ആയിരിക്കും ആ ഒരു ബേസ് കിട്ടുന്നെങ്കിൽ, ആ ഒരു ബേസ് അനുസരിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അത് മെഷർ ചെയ്ത് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പൊ 5 വേണ്ടത് നമുക്ക്? എടാ, ഒറ്റ ഫ്രെയിം മതി, 5 ഫ്രെയിംസ് അതിലിടാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം. ഓ, അങ്ങനെയാണല്ലേ. അപ്പൊ ഈ സിബിന്റെ ഒക്കെ വരണ്ട എങ്ങനെ ടീച്ചറെ? ഒറ്റ ഫ്രെയിമിൽ സിബ് നമുക്ക് കുറച്ചിടാൻ വേണ്ടേ? അത് മാറ്റിയിടാൻ പറ്റും. മിക്ക ഫ്രെയിംസ് നമുക്ക് മാറ്റിയിടാനായിട്ടുള്ള സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഡിസ്പ്ലേ ആണെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു സ്ക്രൂ പോലത്തെ സംഭവമാണ്. അത് മാറ്റി നമുക്ക് അടുത്ത ഫ്രെയിം ഇടാൻ പറ്റും. ഫോട്ടോ ഫ്രെയിംസ് മാറ്റിയിടാനല്ലേ? ഓക്കെ. അപ്പൊ മെന്റലി റിട്ടേൺ ചിൽഡ്രൻസിനെ കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാനപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ആരാ പറയുന്നത് സൈൻ ഔട്ട്? ഇല്ല. അപ്പൊ താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.